ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. രണ്ടാമത് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. 4 ദിവസത്തെ പരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ വികസിത ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രധാനമന്ത്രിക്ക് മുൻപിൽ പങ്കുവയ്ക്കും. ഈ മാസം 12-ന് നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കേരളത്തെ പ്രതിനിധീകരിച്ച് 60ഓളം യുവതീ യുവാക്കൾ പങ്കെടുക്കും. ഭീകരതയില്ലാത്ത ജമ്മു കശ്മീർ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മു കശ്മീരിനെക്കുറിച്ചുള്ള ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീരിനുണ്ടായ ഗുണങ്ങൾ നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സുരക്ഷാ ഏജൻസികൾ യോജിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. 70ാമത് അതിവിശിഷ്ട് റെയിൽ സേവാ പുരസ്കാരം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് വിതരണം ചെയ്യും. 100 റെയിൽവേ ഉദ്യോഗസ്ഥർക്കും മികച്ച റെയിൽവേ സോണുകൾക്കുള്ള 26 പുരസ്കാരങ്ങളുമാണ് സമ്മാനിക്കുക. മഹാകുംഭ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ സുരക്ഷിതവും തടസ്സരഹിതവുമായ യാത്ര ഉറപ്പാക്കിയ ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നൽകിയ സംഭാവനകൾക്ക് ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിലെത്തും. ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ബിജെപി യോഗങ്ങളിലും കേരള കൌമുദി കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോട്ടയം പുതുപ്പള്ളി ദേശീയ റബ്ബർ പരിശീലന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളിൽ ഇന്ന് പങ്കെടുക്കും. കോട്ടയം വാഴൂർ സെന്റ് പോൾസ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ശ്രീ ജോർജ് കുര്യൻ ഉച്ചയ്ക്ക് ശേഷം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് പ്രവാസി ഭാരതീയ ദിനം. 1915-ൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത്. രാജ്യവികസനത്തിൽ പ്രവാസികളുടെ സംഭാവനകളെ ആദരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിവസം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നാളെ വിരമിക്കും. ഹൈക്കോടതിയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഫുൾ കോർട്ട് റഫറൻസിലൂടെ യാത്രയയപ്പ് നൽകും. ബോംബെ ഹൈക്കോടതിയിൽ സീനിയർ ജഡ്ജിയായിരിക്കെ 2024-ലാണ് അദ്ദേഹം ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൌമൻ സെൻ ചുമതലയേൽക്കും. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൌത്ത്, കരുവാറ്റ, പള്ളിപ്പാട് എന്നീ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പക്ഷിപ്പനി നിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രഭവ കേന്ദ്രങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ ഇന്നും നാളെയും നടക്കും. താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ, അവയുടെ മുട്ട, ഇറച്ചി, വളമായി കാഷ്ടം എന്നിവ ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് എസ്ഐആറുമായി ബന്ധപ്പെട്ട് വിഐപി പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. രേഖകളുടെ കാര്യത്തിൽ തൃപ്തരല്ലെങ്കിൽ ഉടൻ നടപടി പൂർത്തിയാക്കാനുള്ള അധികാരം ഇആർഒ, എഇആർഒമാരിൽ നിക്ഷിപ്തമാണ്. എസ്ഐആറിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാവുന്നതാണ്. എൽഡിഎഫ് യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. എകെജി സെന്ററിലാണ് യോഗം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം, നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളും കലാപരിപാടികളുമായി കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം മികച്ച ജനപങ്കാളിത്തത്തോടെ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കായി മാതൃകാ നിയമസഭ സംഘടിപ്പിച്ചു. പുസ്തകോത്സവ വേദിയിൽ ഇന്ന് രാവിലെ മുതൽ വിവിധ പാനൽ ചർച്ചകൾക്ക് തുടക്കമാകും. വൈകിട്ട് 5 മണി മുതൽ വിവിധ കലാപരിപാടികളും നടക്കും. കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തെ ചിത്രശലഭ സങ്കേതമായി പുനർനാമകരണം ചെയ്ത് സർക്കാർ ഉത്തരവായി. ശലഭ വൈവിധ്യം കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷമാണ് ശലഭ സങ്കേതമായി ആറളത്തെ പ്രഖ്യാപിച്ചത്. ഭൂപ്രകൃതിയും സസ്യസമ്പത്തിലും വൈവിധ്യം പുലർത്തുന്ന ആറളം 1984-ലാണ് വന്യജീവി സങ്കേതമായി മാറിയത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ദേശീയപാത 66-ൽ മണ്ണ് നിറച്ച് നിർമ്മിച്ച ഉയരപാതകൾക്ക് പകരം പില്ലറിന്മേലുള്ള ഉയരപാത നിർമ്മിക്കുന്നത് സംബന്ധിച്ച് വിദഗ്ധ സമിതി പരിശോധന നടത്തി തീരുമാനിക്കും. ഇത് സംബന്ധിച്ച് കേന്ദ്ര ദേശീയപാത റോഡ് ഗതാഗത വകുപ്പ് സെക്രട്ടറി ഉമാശങ്കർ ഉറപ്പ് നൽകിയതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. കൊട്ടിയം മൈലക്കാട് മണ്ണ് നിറച്ച് നിർമ്മിച്ച ഉയരപാത തകർന്നതിനെ തുടർന്നാണ് പില്ലറിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നത്. തൃശൂർ കുന്നംകുളം കാണിയാമ്പാലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ചിറ്റന്നൂർ സ്വദേശികളായ പ്രണവ്, ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. സ്ലീപ്പർ കോച്ചിനുള്ളിൽ പാമ്പിൻ കുഞ്ഞിനെ കണ്ടെത്തിയതിനെ തുടർന്ന് അമൃത എക്സ്പ്രസ് 10 മിനിറ്റോളം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.